KPCC ഓഫീസിലേക്കും പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്കും ഒരു ബോംബിട്ട് ഗിർ സുധാകരൻ. രാജ്യം പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചും KPCC കേന്ദ്രീകരിച്ചും ചില ഭീകരന്മാർ എനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധാകരൻ്റെ മിഷൻ ഓപ്പറേഷൻ ഗിർ. പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല. വലിയ നാശനഷ്ടം ഉണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത്. ബോംബ് വർഷത്തിൽ വലിയ നാശനഷ്ടമുണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സുധാകരൻ്റെ മിസൈൽ ബോംബ് വീണുടനെ സതീശൻ കിട്ടിയതും പറക്കി മുണ്ടും പൊക്കി ഓടി രക്ഷപ്പെട്ടു എന്നറിയുന്നു. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായി സുധാകരൻ്റെ വാലിൽ തീയിട്ടതിന് ശേഷം അദ്ദേഹം വേറെ ചില നയതന്ത്ര ബന്ധങ്ങളിൽ ഏർപ്പെട്ട് വരികയായിരുന്നു. ആ നയതന്ത്ര ബന്ധങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ട് തലസ്ഥാനത്തെത്തിയ സതീശൻ്റെ വീട്ടിലേക്കും ഒപ്പം KPCC ഓഫീസിലേക്കും നിർത്താതെയുള്ള ഷെൽ വർഷങ്ങൾ അങ്ങ് നടത്തിയത്. എല്ലാവരെയും ഓടിച്ചു വിട്ടിട്ട് പാർട്ടി എൻ്റെ കീഴിലാക്കും, അതിലൂടെ ഞാൻ കോൺഗ്രസിന് നീതി ഉറപ്പിക്കുമെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല. രാജ്യം യുദ്ധത്തിൻ്റെ മുനമ്പിൽ നിൽക്കുമ്പോൾ അതൊന്നും ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കൊരു പ്രശ്നമേ അല്ല. അവർക്ക് എല്ലാ ദിവസവും യുദ്ധം തന്നെയാണ്, ബോംബ് വർഷം തന്നെയാണ്. പക്ഷേ KS ബ്രിഗേഡിനെ കളത്തിലിറക്കി എന്നെ എൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനവുമായി പാട്ടിന് വിട്ടില്ലെങ്കിൽ പലരെയും ബോംബിട്ട് നശിപ്പിക്കുമെന്ന് ഗിർ സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. ഇതൊരു മുന്നറിയിപ്പും താക്കീതുമെന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പലർക്കും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും പറയുന്നു. ആദ്യം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതി പറഞ്ഞിട്ടും ചിലർക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് KPCC ഓഫീസിലും സതീശൻ്റെ വീട്ടിലും ഇട്ടത്. ഒരെണ്ണം സതീശൻ്റെ മണ്ടയിൽ വീഴണമെന്നാണ് ആഗ്രഹിച്ചത്, പക്ഷെ നടന്നില്ല എന്നും പറയുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പേരിൽ തമ്മിൽ തല്ല് രൂക്ഷമാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല.